വെക്കടാ അവിടെ, വെക്കടാ നമുക്ക്. വച്ചില്ലെങ്കിൽ നീ വെക്കില്ലല്ലേ? ഇല്ല. നമുക്ക് ഞാൻ കുറച്ച് കാശ് തരാണ്ടെന്ന് വെച്ച് കച്ചവടം കൊടുക്കുന്നു. പോടാ പോടാ നമുക്ക്. സത്യം പറഞ്ഞാൽ ഈ വരവും കൂടിക്കാഴ്ച എനിക്ക് പേടിയാ. കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യന്മാർ പലതും പറഞ്ഞുണ്ടാക്കും. ആരെന്തും പറഞ്ഞോട്ടെ, എനിക്ക് ജീവനുണ്ടെങ്കിൽ നിന്റെ കഴുത്തെ ഞാൻ മിന്നു കിട്ടും. അല്ലോ പാപ്പ വരണേ. പിന്നെന്താ മൊയ്തീൻ കുഞ്ഞ് ഈ നേരത്തെ ഇങ്ങോട്ട്? നല്ല മീനുണ്ടെങ്കിൽ കുറച്ച് വാങ്ങിക്കൊണ്ട് പോകാന്ന് കരുതി വന്നതാ. നീ മീൻ വാങ്ങിച്ചോണ്ടെങ്കിലും വീട്ടിൽ കറി വെക്കൂല. ഈ വിളവൊന്നും എന്റെ അടുത്ത് വേണ്ട മൊയ്തീൻ കുഞ്ഞ്. നേര് പറ, നീ സബീനെ കാണാൻ വന്നതല്ലേ? സബീനെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് തള്ളി നിൽക്കാനാവില്ല. പിരിശമൊക്കെ കൊള്ളാം. നേരവും കാലവും നോക്കാതെ ഇങ്ങോട്ട് ഓടി വരുന്നത് നല്ലതിനല്ല. ആളുകൾ പലതും പറയും. പ്രായമായ പെണ്ണ, അവളെ കെട്ടിച്ചയക്കേണ്ടതാ. അവൾക്ക് താഴെയും വേറെ കുട്ടികളുണ്ട്. ഒന്നിനൊരു ചീത്തപ്പേര് വന്നാൽ അതെല്ലാത്തിനെയും ബാധിക്കും. ഞാനായിട്ട് സബീനയ്ക്ക് ഒരു ചീത്തപ്പേരും വരുത്തൂല. സബീനയെ നിക്കാഹ് ചെയ്യാൻ എനിക്ക് ആശയുണ്ട്. അതിന് നീ മാത്രം ആശിച്ചാ പോരല്ലോ, നിന്റെ ബാപ്പ സമ്മതിക്കണ്ടേ? ഞാൻ ബാപ്പയെ കൊണ്ട് സമ്മതിപ്പിച്ചാലോ? എങ്കിൽ ആ നിമിഷം നിനക്ക് അവളെ ഞാൻ നിക്കാഹ് കഴിച്ചു. എന്തൊക്കെ നാണക്കേടാണ്ടാ ഞാൻ ഈ കേൾക്കണമൊക്കെ. നീ ആ ബീരാൻ കുഞ്ഞിന്റെ മോളെ ഈ ലോകത്തിലാണോ? എന്താണ് ഹിമാറെ അന്റെ ചെവിക്കല് പറഞ്ഞു പോയോ? ചോദിച്ചു കേട്ടില്ലേ? ആ പൂസലാം മീൻകാരന്റെ മോളെ അടുപ്പത്തിലാണോന്ന്? പൂസലാരും തറവാട്ടുകാരൻ. ഇസ്ലാമിനെ തരംതിരിവ് ഏത് കിതാബിലാണ് നമ്മളപ്പ പറഞ്ഞിരിക്കുന്നത്? വേണ്ട, ഇങ്ങനെ ഇവിടുന്ന് പറയിപ്പിക്കണ്ട. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, എന്റെ ഇഷ്ടത്തിനെതിരായിട്ട് വേറെ ഏതെങ്കിലും പെണ്ണ് നീ നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ അന്ന് മുതൽ ഈ കുടുംബമായിട്ട് എനിക്ക് ബന്ധവും കാണൂല. അത് ഈ ഓർത്തം. അത് നടക്കണമെന്ന് എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ എത്തിക്കാനൊക്കെ എഴുതി കൊടുക്കും. ഹാ, ബാപ്പയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു നിക്കാഹ് ഞാൻ നടത്തിയാൽ സ്വത്ത് മുഴുവൻ യത്തീംഖാനയ്ക്ക് എഴുതി കൊടുക്കുമെന്നാണ് ബാപ്പ പറയുന്നത്. അത് നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലതല്ലല്ലോ. അതുകൊണ്ടാണ് ഈ നിക്കാഹ് രഹസ്യമായിരിക്കണമെന്ന് ഞാൻ പറയുന്നത്. കുറച്ചു നാളത്തേക്ക് ബാപ്പയെ ഒരു അറിയാതിരുന്നാ മതി. പിന്നെ ഞാൻ ഒക്കെ നേരെയാക്കിക്കൊള്ളാം. നിങ്ങൾ അങ്ങോട്ട് പേരി. നിങ്ങൾ എന്തിനാ അങ്ങനെ എതിര് പറയണേ? അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക്. അങ്ങനെങ്കിൽ ഇവളെ ഒന്ന് പുറത്തിറക്കാലോ. ഒരൊറ്റ മോന അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ ആചാരം കൊണ്ടാവൂല. ചെല്ലി, നിങ്ങൾ അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക്. ചെല്ലി. ശരി, നീ പറയും പോലെ നമ്മൾ നിക്കാഹ് നിർത്തിത്തരാം. പക്ഷെ ഒരു കാര്യം, നിക്കാഹിന് ശേഷം എന്റെ മോള് എന്തെങ്കിലും കാരണത്തിൽ കണ്ണീര് കുടിക്കേണ്ടി വന്നാൽ പിന്നെ ഈ കാണുന്ന വീരാങ്കുഞ്ഞാവൂല അന്ന് നീ കാണാൻ പോണം. كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. എൻ്റെ മകൾ സബീന ബീവിയെ ഞാൻ നിങ്ങൾക്ക് 19 മിസ്കാൽ പൊന്നിന് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. നിങ്ങളുടെ മകൾ സബീന ബീവിയെ 19 മിസ്കാൽ പൊന്നിന് ഹലാലായി ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നു. മേരിയും കുഞ്ഞ് രാത്രിയിൽ എവിടെയാ പോകണമെന്ന് അന്വേഷിച്ചറിയാൻ പറഞ്ഞിട്ട് മുസ്ലിയാർ അന്വേഷിച്ചോ? അന്വേഷിക്കുക മാത്രല്ല, സംഗതി കണ്ടുപിടിക്കുകയും ചെയ്തു.
ആ ബീരാങ്കുഞ്ഞിന്റെ പുരയില ഓന്റെ അന്ത്യോർക്കം അൽക്കുലത്ത്. അല്ലാ, ഈ പഹയൻ മോൻ ഈ കുടുംബത്തിന്റെ മാനം കെടുത്തു. ഇലാഹി, ഞമ്മക്ക് ഒന്ന് തോന്നുന്നുണ്ട് ആചാരിക്ക, മൊയ്തീൻ കുഞ്ഞിനെ കൊണ്ട് ഉടനെ തന്നെ ഒരു പെണ്ണേട്ടിപ്പിക്കാൻ, തൊട്ട് തലോടി കൊഞ്ചിക്കൊഴയാൻ കിളി കിളി പോലത്തെ ഒരു പെങ്കൊച്ചിനെ കിട്ടിയാല് പിന്നെ ഓൻ ഈ അൽക്കുലത്തിനൊന്നും പോവില്ല. എന്തേ? ആ നേരാ മുസ്ലിയാർ പറഞ്ഞത്. ബാപ്പ നിനക്ക് വേറെ പെണ്ണന്വേഷിക്കുന്നു കേട്ടല്ലോ. ആ ഞാനും കേട്ടു. കേട്ടോ? എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാനെന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനെന്നോ? ബാപ്പ നിക്കാഹ് ഉറപ്പിച്ചാൽ നടക്കും. അന്ന് നിന്റെ മയ്യത്തായിരിക്കും തോന്നുന്നു. ഞാൻ മയ്യത്തായാൽ നഷ്ടം നിങ്ങളുടെ മകക്കായിരിക്കും. എടാ, നിന്റെ തലയ്ക്ക് ഇടി വീഴടാ. ഉമ്മ വെറുതെ ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. ഈ നിക്കാഹിന്റെ കാര്യം ഞാൻ നിന്റെ ബാപ്പയോട് പറയും, എല്ലാരും അറിയട്ടെ. അറിയട്ടെ, ആര് വിശ്വസിക്കാനാ? സബീനയെ ഞാൻ നിക്കാഹിയതിന് എന്താ തെളിവ്? ഖത്തീബ് സാക്ഷിയുണ്ട്. കള്ളസാക്ഷി പറയാൻ ആർക്കാ സാധിക്കാത്തത്? അപ്പോ നീ സെബീനെ നിക്കാഹ് ചെയ്തിട്ടില്ലെന്നാണോ പറഞ്ഞുകൊണ്ടുവരുന്നത്? നിങ്ങൾ അതിന് വഴിവെച്ചാൽ എനിക്കിങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് എന്റെ ബാപ്പയുടെ സ്വത്താണ്. അത് നഷ്ടപ്പെടുന്ന ഏത് സാഹചര്യത്തെയും ഞാൻ എതിർക്കും. ഞാൻ പറയുന്നതനുസരിച്ചാൽ എല്ലാവർക്കും നന്ന്. കുറെ കാലം കൂടി ഈ നിക്കാഹിന്റെ കാര്യം ആരെയും അറിയിക്കണ്ട. അതുകൊണ്ട് സബീനയ്ക്ക് ഒരു കോട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. എന്റെ മരണം വരെ ഞാൻ ഇവളെ നല്ല രീതിയിൽ സംരക്ഷിക്കും. അങ്ങനെ ഞാനും നിന്റെ ബാപ്പയും തമ്മിലുള്ള വിവാഹം രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടി വന്നു. നിന്റെ ബാപ്പ വിവാഹിതനാണെന്ന് വിവരം മനസ്സിലാക്കാതെയാണ് മോളെ നിന്റെ വല്യപ്പ എന്നെ അദ്ദേഹത്തിന് നിക്കാഹ് ചെയ്തു കൊടുത്തത്. നിക്കാഹ് ചെയ്ത ദിവസം എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്നില്ല. പേടിയാകുമെങ്കിൽ ആയിഷുമ്മ താത്തയെ കൂട്ടിന് വിളിച്ചെടുത്തേക്കൂ. മോളെ പാല്. ആർക്ക്? മോൾക്കും വൈദ്യം കുഞ്ഞിനും. അദ്ദേഹം ഇങ്ങനെ വരുമെന്ന് തോന്നുന്നില്ല. ഇതെന്തൊരു പോക്കിരുത്തലാണ് മൊയ്തീൻ കുഞ്ഞ് കാണിച്ചത്? കെട്ടിക്കൊണ്ട് വന്ന് ആദ്യമായി ഈ വീട്ടിൽ കാല് കുത്തിയ രാത്രിയില് നിങ്ങൾ ഈ ചെയ്തത് കടുങ്ങയായി പോയി. ആ പെൺകുട്ടി ഇപ്പോ എന്തുമാത്രം വേദനിക്കുന്നുണ്ടോ? ഒരു ഭാര്യയ്ക്ക് വേണ്ടിയല്ല ഞാൻ അവളെ വിവാഹം കഴിച്ചത്. ബാപ്പയുടെ സ്വത്ത് മാത്രമാണ് എന്റെ ലക്ഷ്യം. സോറി ഇല്ല ഇവിടെ. ഓളോട് ഇങ്ങോട്ട് വരാൻ പറയും. മോളെ, നിന്നെ മാമ വിളിക്കുന്നു. മാമൻ വിളിച്ചാ? ആ വിളിച്ച്. ഇനി മേലാളി എന്നെ മാമാന്ന് വിളിക്കരുത്, ബാപ്പാന്നേ വിളിക്കാവൂ. എന്താണെന്നറിയോ, എനിക്ക് പെമ്മക്കളില്ല. ആ കുറവ് എന്റെ മോള് നിർത്തണം. ഞാൻ പറയണത് അനക്ക് മനസ്സിലാവണ്ട. ഊവാ, എങ്കിലും നീ ഒരു കാര്യം ചെയ്യണം. ഐസുമ്മാന്റെ കയ്യിൽ എനിക്കൊന്നും കൊടുത്തയക്കരുത്. ചായ ആയാലും ചോറായാലും എല്ലാം നീ എന്നെ കൊണ്ടുതരണം. ഞാനിത് പറയണത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായ? മനസ്സിലായി. എന്ത് മനസ്സിലായി? നിന്റെ കൈ കൊണ്ട് വാങ്ങി തിന്നാൻ ആശ കൊണ്ടാണ് മോളെ. ശരി മാമ. പിന്നെയും തുടങ്ങി മാമാന്ന്. ബാപ്പാന്ന് വിളിക്ക്. ബാപ്പാന്ന്. ശരി ബാപ്പ. ബാപ്പാക്ക് തൃപ്തിയായി മോളെ. ഇനിയിപ്പൊ തന്നെ ബാപ്പ മയ്യത്തായാലും ബാപ്പാക്ക് സന്തോഷം തന്നെ. 20 കൊല്ലം മുമ്പ് മൊയ്തീൻ കുഞ്ഞിന് ഉമ്മ മയ്യത്തായപ്പോ തുടങ്ങിയതാ ഞാനിത് ചുമന്നുകൊണ്ട് നടക്കാൻ. ഇനി ഇതിന്റെ അവകാശി നീയാണ് മോളെ. എന്നാ പിടിച്ച മോളെ. എന്നാ
അപ്പൊ പിന്നെ താഹിറാനും നദീറാനും കെട്ടിച്ചയക്കേണ്ടതാണ് നീ പറയുന്നത്. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവരെ കെട്ടിച്ചയക്കാൻ പണം വേണ്ടേ? ഈ കാര്യം മൊയ്തീൻകുഞ്ഞിനോട് പറയാൻ പറഞ്ഞപ്പോ നീ ചൂടായല്ല. അങ്ങോർക്കല്ലല്ലോ ഇവരെ കെട്ടിച്ചയക്കേണ്ട ചുമതല. എന്നങ്ങ് നീ തീർത്തു പറയരുത്. വീട്ടിലൊരു പുതിയാപ്പിള ഉണ്ടെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങൾക്ക് കുറച്ചൊക്കെ ചുമതല അവനും കാണും. അവക്കൊരു കെട്ടിയവനെ കിട്ടിയപ്പോ ബാപ്പയും വേണ്ട, ഉമ്മയും വേണ്ട, അനീറ്റിമാരും ആങ്ങളെ ആരും വേണ്ട. എന്താ ഒരു ബഹളം? ബഹളോ? ഇവിടെ ബഹളമൊന്നും ഉണ്ടായില്ല. അതോ മോനെ, അമ്മായി പറയാ ദല്ലാളാരെ അംസക്കോയക്ക താഹിറാക്കും നദീറാക്കും ഓരോ കല്യാണക്കാരും കൊണ്ടുവന്ന് തിരക്കിയ കൂട്ടത്ത് തരക്കേടില്ല എന്ന് തോന്നി. പറഞ്ഞിട്ടെന്താ 10 പവന്റെ പൊന്നാ ചോദിക്കണേ. അതൊന്നും ഞമ്മളെ കൊണ്ടാവൂല എന്ന് പറഞ്ഞ് നാവ് എടുത്തില്ല. അംസക്കോയൊക്കെ ഒരു ചോദ്യം. 10 അല്ല 50 പവൻ വേണമെങ്കിൽ കൊടുക്കാൻ ത്രാണിയുള്ള വരുമാനല്ലേ കയ്യിലുള്ളതെന്ന്. നേര് പറയാമല്ലോ മൊയ്തീൻ കുഞ്ഞ്. എന്റെ ചങ്കടച്ചു പോയി, മുണ്ടാൻ പറ്റിയില്ല. എനിക്ക് വല്ലാതെ വിശക്കുന്നു. ചോറില്ലേ? ഇപ്പൊ കൊണ്ടുവരാം. എന്താ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ചോറ് പിന്നെ നമുക്ക് ഒരുമിച്ച് ഊണ് കഴിക്കാം. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. അത് പറ്റില്ല. നീ എന്റെ കൂടെ ഇരിക്കണം. വരൂ. എന്നെ ഈ അവസരത്തിൽ സുഹറ മനസ്സറിഞ്ഞും സഹായിക്കണം. ഞാൻ നിങ്ങളെ സഹായിക്കേ. എന്താ കാര്യം? ബാപ്പ അറിയാതെ കുറെ കടങ്ങളുണ്ട് എനിക്ക്. ഉടനെ അത് വീട്ടേണ്ടി വന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ മാനക്കേടാവും. അതിന് ഞാനെന്താ വേണ്ടത്? എനിക്ക് നിന്റെ കുറെ സ്വർണം വേണം. പണയം വെക്കാനാ. ഉടനെ എടുത്തു തന്നേക്കാം. എന്താ നിനക്കൊരു വിഷമം? സ്വർണം തരാൻ ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടോ? എന്നെ തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. പിന്നല്ലേ സ്വർണം? ഉള്ളത് മുഴുവൻ തരാൻ ഞാൻ ഒരുക്കമാണ്. മുഴുവനൊന്നും വേണ്ട. തൽക്കാലം 40 പവൻ മതി. എന്ത് സുഹൃ. എളുപ്പം കയറ്റി പോകാം. സമയരോടായി. കുറച്ചും കൂടെ തള്ളി വയ്ക്കേ. എളുപ്പട്ടെ എളുപ്പട്ടെ. കേറ്റ് കേറ്റ്. പോവാം പോവാം. വിട്ടോ. വെക്കോട്ടെ. അലക്കുലത്തെ അവിടെ നിർത്ത്. നമ്മളെ മരുന്നേ. അല്ല, എനിക്ക് ഈ അലക്കുലത്തൊക്കെ എവിടുത്തെ നിൽക്കാനും കൊണ്ടുപോവാ? അല്ല, മുസ്ലിയാരൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ മീൻകാരൻ ബീരാങ്കുഞ്ഞിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ മക്കളുടെ നിക്കാ. രണ്ടാമത്തെയും മൂന്നാമത്തെയും മക്കളെ കല്യാണോ? അപ്പൊ പിന്നീടോ മൂത്ത മോളോ? അതിനെ പുഴുങ്ങി തിന്നാൻ വെച്ചിരിക്കുക. മൂത്ത പെണ്ണിന്റെ കല്യാണം എന്നേ കഴിഞ്ഞു. നിങ്ങളുടെ മോനാളുടെ മകൻ മൊയ്തീൻ കുഞ്ഞല്ലേ അവളെ നിക്കാ കഴിച്ചിരിക്കുന്നത്. ഈ നിക്കാഹിന് വേണ്ട ചെലവുകളൊക്കെ നോക്കി നടത്തുന്ന അങ്ങേരാ. സൂറ മോളെ, സൂറ. സൂറ കിടക്കണം. കിടക്കണ? എന്തു പറ്റി? തലക്കൊരു കനം. 2-3 വട്ടം ഛർദിക്കുകയും ചെയ്തു. ഡാക്ടറെ വിളിപ്പിക്കണോ? അതൊന്നും വേണ്ട. ഇതൊക്കെ സാധാരണ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവാറുള്ളതാ. എന്ന് വെച്ചാ? ആ ജെറുക്ക ഒരു ഉപ്പൂപ്പാകാൻ പോണു. കുഞ്ഞുകൊച്ചു മനസ്സിലായ വിവരം അറിഞ്ഞ അദ്രമാനാജി ഒരു ഉപ്പൂപ്പയാവാൻ പോണു. ഉപ്പൂപ്പ. എന്തോടോ മര്യാദ, എനക്കൊരു സന്തോഷം കാണാത്ത? ഒന്നുമില്ല. നോണ പറഞ്ഞിന്റെ അടുത്ത് തടിയപ്പാന്ന് ഈ കിരാ കാണണ്ട.
കാര്യം പറ. ആചാരിക്ക ഇപ്പൊ അതറിയണ്ട. ഇപ്പൊ അറിയണ്ടെന്ന് പറഞ്ഞാല് പിന്നീട് അറിയാൻ വിരോധമില്ലെന്ന്. ആ എങ്കിൽ അതെനിക്കിപ്പൊ തന്നെ അറിയണം. പറയും മൊയ്തേരെ, കാര്യം എന്താ? മൊയ്തീൻ കുഞ്ഞ് വേറെ പെണ്ണിട്ടിരിക്കുകയാണ്. മീൻകാരൻ ബീരാൻകുഞ്ഞിന്റെ മൂത്ത മോളെ. എന്താണോ പറഞ്ഞത്? അദ്രമാനാജിയുടെ മോൻ മൊയ്തീൻ കുഞ്ഞ് മീൻകാരൻ ബീരാന്റെ മോൾ നിക്കാഹ് കഴിച്ചു. ഒന്ന് വേഗം ആവട്ടെടോ. 4 ഓല വലിച്ചു കേട്ടാ ഇത്ര പറ്റുന്ന സമയോ? ആ ഉണ്ടല്ല അവന്റെ ഒരു പന്തല്. അല്ല, ആചാരിക്ക മുയലേറല്ലേ വരണേ? വാ മോനെ. ആചാരിക്ക ഇരിക്കി. ഞാനിവിടെ കുത്തിരിക്കാൻ വന്നതല്ല. ഞാൻ വന്നത് നീ കാണാമെന്ന് അറിയാനാ. എന്താ ആചാരിക്കക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംശയം? ആചാരിക്ക ആയിപ്പോയി. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ സംശയം തീർത്തു തന്നാനെ. ആ കുറെ തീർക്കും. മോളെ ഞാൻ അറിയാതെ നിന്റെ മോനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിച്ചല്ലേ എന്റെ ആണത്തം. രണ്ടിലൊന്നും അറിയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ അവന്റെ മോളുടെ മൊഴി വാങ്ങുന്നോ അതോ ഞാൻ അവനെ കൊണ്ടാ കൊടുപ്പിക്കണോ? മൊഴിയോ? നീ അതങ്ങ് സമ്മതിച്ചു കൊടുക്ക് ബീരാൻകുഞ്ഞെ. വേണമെങ്കിൽ ആചാരിക്ക 100-500 തരും. സംഗതി അൽക്കുലത്താക്കിയാല് അതും കിട്ടൂല. 500 ഉരുപ്പിയ. താൻ ആചാരക്കാരെ അടുക്കളയിൽ വല്ല നക്കി തിന്നാണെങ്കിൽ അത് നിന്ന് കേടാ. വലിയ ആനക്കാരിയൊന്നും തിരക്കണ്ട. അപ്പോ നീ അതിനൊരുക്കലല്ലേ? മടമര്യാദെ മൊയ്തീൻ കുഞ്ഞിനെ കൊണ്ട് ഇന്ന് അവളുടെ മൊഴി ഏൽപ്പിച്ചിട്ട് വേറെ കാര്യം. കൊല്ലത്തും മൊഴി ചൊല്ലിപ്പിക്കണം. താനല്ല നിന്റെ കാരണവന്മാർ വിചാരിച്ചാൽ നടക്കുമല്ലോ ആചാരിക്ക. ഗർഭമുള്ള പെണ്ണ് മൊഴിയല്ലാൻ ഇസ്ലാം വിധിച്ചിട്ടില്ല. ഗർഭമുള്ള പെണ്ണോ?